അലയാഴി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റു പോലും അമർന്നു പോകുന്ന ശബ്ദം. കൊടുമ്പാവിയായ മനുജനു വേണ്ടി പറുദീസ തുറന്നതാം ശബ്ദം. കാൽവരിയിൽ നിന്നും മുഴങ്ങിയ മൊഴികളായി സ്നേഹസ്വരൂപിന്റെ ശബ്ദം. ദേശമെങ്ങും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്കായി മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം, കാൽവരിനാദം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാൽവരിനാഥം മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാമെന്ന പ്രോഗ്രാമിന്റെ 121 എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. വീണ്ടും വളരെ അനുഗ്രഹമായിട്ട് ഇന്നത്തെ മീറ്റിംഗ് ഈ നിലയിൽ ആരംഭിക്കുവാൻ ദൈവം കൃപ ചെയ്തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ എബി ടോം ആസാം തന്റെ കുടുംബമായിട്ട് ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിന്റെ ദാസൻ ഇന്ന് നമ്മളോട് തന്റെ ജീവിത സാക്ഷ്യം ഓർപ്പിക്കുന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ 2 കുഞ്ഞുങ്ങൾ പ്രിസ്കില്ല ആൻഡ് ഡാനിയൽ 2 ഗാനങ്ങൾ ഇന്ന് നമ്മളോട് ആലപിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയോട് ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോട് നമുക്ക് ആരംഭിക്കാം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ദൈവമേ, സ്വർഗീയപിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ വീണ്ടും ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ എല്ലാ അനുകൂലമായ ചുറ്റുപാടുകളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ കർത്താവിന്റെ കൃപ കൂടിയിരിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരുവാൻ ഇടയാകണം. ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കുവാൻ ഇടയാകണം. പ്രാർത്ഥനയോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ ദാസൻ നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ആസാമിലേക്ക് ചെന്ന് കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. 2005 കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞ് 2007 ആസാമിൽ കടന്നു എന്ന് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഒരു ദൈവദാസനാണ്. ഏകദേശം 18 വർഷത്തോളം ആസാമിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. 19 വർഷമായി കർത്താവിന്റെ വേലയിൽ അദ്ദേഹം ടോട്ടലായിട്ട്. ബാംഗ്ലൂരിൽ 1 വർഷം ഉണ്ടായിരുന്നു. അതുകൂട്ടി 19 വർഷം കർത്താവിന്റെ വേലയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ആസാമിൽ ചെന്ന തന്റെ പ്രവർത്തനത്താൽ ഒരു സ്ഥലം സഭ സ്ഥാപിക്കപ്പെടുകയും ഏതാണ്ട് 10 കുടുംബങ്ങളോളം അവിടെ കടന്നു വരുന്നു. അവരൊരുമിച്ച് കർത്താവിനെ ആരാധിച്ചു വരുന്നു. പ്രിയദാസനെ എല്ലാ ബഹുമാനത്തോടും ഈ സ്നേഹത്തോടും കൂടെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ കുഞ്ഞുങ്ങൾ പാടുന്ന പാട്ടിന്റെ ജസ്റ്റ് ഒരു അർത്ഥം ഇൻട്രോ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞുങ്ങളെ പാട്ട് പാടാനായിട്ട് ക്ഷണിക്കും. കർത്താവിന്റെ പുനഃനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആദ്യമായി കുഞ്ഞുങ്ങള് പല ഭാഷകൾ മിക്സ് ചെയ്തൊരു പാട്ട് പാടാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് എന്നുള്ള പാട്ട് ലോകപ്രശസ്തമായ ഒരു പാട്ടാണ്. ആ പാട്ടിന്റെ ഒറിജിനൽ പാട്ട് നോക്കുകയാണെങ്കിൽ അതിന്റെ ഒറിജിനൽ റൂട്ട് തീർച്ചയായിട്ടും ആസാമിലാണ്. ആസാമിൽ ഒരു ഗാരോ ട്രൈബിൽ നിന്ന് നൊക്സങ് എന്ന് പറഞ്ഞൊരു വ്യക്തി കർത്താവിനെ കണ്ടെത്തുകയും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2 അനുഗ്രഹീതമായ ഗാനങ്ങൾ വലിയ മ്യൂസിക് ഒന്നും ഇല്ലെങ്കിലും ചെറുതായിട്ടാണെങ്കിലും കേൾക്കുവാനായിട്ട് നമ്മെ ദൈവം സഹായിച്ചു. പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത്, പ്രിയ മകനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയുള്ള സമയം കർത്താവിന്റെ ദാസന്റെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാനുള്ള ഒരു അവസരമാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടും കൂടെ തന്റെ ജീവിത സാക്ഷ്യം അറിയിക്കാനായിട്ട് ക്ഷണിക്കും. കർത്താവിന്റെ പുനഃനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്ലാറ്റ്ഫോമിലൂടെ ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നോട് കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ കൂട്ടുസഹോദരന്മാർക്കുമായ ദൈവത്തിനെ സ്തുതിക്കുന്നു. ഇങ്ങനെ എളിയവനും ഇങ്ങനൊരു അവസരം തന്നോർത്ത് പ്രിയപ്പെട്ടവർക്ക് കർത്തനാമത്തിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ആദ്യമായി അല്പമായി എൻ്റെ സാക്ഷ്യത്തോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ സ്വദേശം തിരുവല്ലായ്ക്കടുത്ത് അല്ലെങ്കിൽ കുമ്പനാടടുത്ത് തടിയൂർ എന്ന് പറയുന്നൊരു സ്ഥലമാണ്.
ആ സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ആഹ് ആ സഭയിലെ സൺഡേ സ്കൂളും അതുപോലെ ബാലസംഘവും അതുപോലെ കുമ്പനാട് സെന്ററിന്റെ ബാലസംഘത്തിന്റെ ക്യാമ്പുകളും ഒക്കെയാണ് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എനിക്ക് അടിത്തറയിട്ട് തന്നത്. ഒരു കാലഘട്ടത്തിൽ തടിയൂർ സഭ കുമ്പനാട് സെന്ററിന്റെ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലുള്ള മത്സരങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് 5 പ്രാവശ്യം ട്രോഫി മേടിച്ച കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ ആഹ് ഉള്ള ഞങ്ങളുടെ അനേക ചെറുപ്പക്കാർ അവരിന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ചിതറിപ്പോയി എങ്കിൽ എന്നാൽ അവരിൽ ചിലർ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അതിൽ എനിക്കും ആസാമിന്റെ പ്രദേശത്തേക്ക് വരുവാൻ ദൈവം ഇടയാക്കി. അതോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുശേഷം തടിയൂര് സൺഡേ സ്കൂളിലായിരുന്നപ്പോഴാണ് ഞാൻ കർത്താവിനെ കണ്ടെത്തിയത്. അതിനുശേഷം ഞങ്ങളുടെ തടിയൂരിൽ OM ഷമൂൽ സാർ സ്ഥിരമായിട്ട് വന്ന് ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. ആ ക്ലാസ്സിൽ സ്നാനത്തെ പറ്റിയൊരു ക്ലാസ്സിലാണ് സ്നാനപ്പെടുവാനുള്ള വ്യക്തമായ കൺവിക്ഷൻ ദൈവം എനിക്ക് തരികയും അങ്ങനെ സ്നാനപ്പെടുവാൻ ഇടയാകുകയും തീർന്നു. അതെനിക്ക് 14 വയസ്സുള്ളപ്പോഴാണ് ഞാൻ സ്നാനപ്പെട്ടത്. അതിനുശേഷം ഞാൻ 10ാം ക്ലാസ് പഠിച്ചതിന് ശേഷം തടിയൂരിൽ GTCയുടെ ഒരു ടീം വരുവാനായിട്ട് ഇടയായി. ആ GTCയുടെ ടീമിന്റെ പ്രവർത്തനങ്ങളും അവരുടെ കർത്താവിന്റെ വേലയിലുള്ള സമർപ്പണവും അത് കണ്ട് എനിക്ക് വചനം പഠിക്കണമെന്നുള്ളൊരു വലിയ ആഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നു. ഞാനൊരു ബ്രദറൻ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിലും എൻ്റെ ഫാമിലി ഒരു വലിയ ആത്മീയ കുടുംബമൊന്നും അല്ലായിരുന്നു. പലവിധമായ പരിമിതികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഏക മകൻ, രണ്ട് സിസ്റ്റേഴ്സാണ് ഉള്ളത്. കുടുംബത്തിന്റെ ഭാരം എന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുക എന്നുള്ളത് മാനുഷികമായിട്ട് വളരെ ബുദ്ധിമുട്ടുകൾ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അത് എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ ബാലസംഘത്തിന്റെ പ്രവർത്തനങ്ങൾ, തടിയൂർ സഭയിലുള്ള സൺഡേ സ്കൂളുകൾ, അതുപോലെ GTC ഞങ്ങളുടെ പ്രദേശങ്ങളിൽ വന്നു ചെയ്ത പ്രവർത്തനങ്ങൾ, അതൊക്കെ എൻ്റെ ഉള്ളിൽ ദൈവവചനം പഠിപ്പാൻ ഒരു പ്രേരണ തന്നു. അങ്ങനെ GTCയിൽ പോയി GTCയുടെ 3ാമത്തെ ബാച്ചിൽ പോയി പഠിപ്പാൻ ഇടയാക്കി. അന്ന് എനിക്ക് കേവലം 16 വയസ്സേ ഉള്ളൂ. മലയാളം മീഡിയത്തിൽ പോയി പഠിച്ച എനിക്ക് അവിടെ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷിലായിരുന്ന ക്ലാസ്സുകൾ ഒന്നും മനസ്സിലാകത്തില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ. എന്നാൽ ദൈവം എനിക്ക് വേണ്ടുന്ന കൃപ തന്നു. ആ 2 വർഷത്തെ കോഴ്സിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ കേവലം ദൈവവചനം പഠിക്കാൻ വേണ്ടി പോയതാണ്. എന്നാൽ ആ സമയത്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ദൈവത്തിന്റെ വ്യക്തമായ വിളി ആ സമയത്ത് എനിക്ക് മനസ്സിലാക്കുവാനിടയായി. പിന്നീട് ഞാൻ വളരെ ചെറുപ്പമായതുകൊണ്ട് തുടർന്നും പഠിപ്പാനുള്ള ആഗ്രഹം ദൈവം എൻ്റെ ഉള്ളിൽ തന്നു. അതിന് പല ദേവദാസന്മാർ എന്നെ പ്രോത്സാഹിപ്പിച്ചു. മാവേലിക്കരയിലുള്ള വിൽസൺ കെ തോമസ് സാറും അതുപോലെ സജീവ് വർഗീസ് സാറും ഇവരൊക്കെ തുടർന്നുള്ള പഠനത്തിനു വേണ്ടി അവരെന്നെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ഭാരത് ബൈബിൾ കോളേജിൽ BBCയിൽ പോയി ചില നാളുകൾ പഠിപ്പാനും ദൈവം ഇടയാക്കി. ആ BBCയിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് അവിടെ ഗോസ്പൽ റെക്കോർഡിങ്സ് അസോസിയേഷൻ പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഞങ്ങളെ ചില സഹോദരന്മാരെ ട്രെയിനിങ്ങിന് വേണ്ടി ബാംഗ്ലൂരിൽ കൊണ്ടുവന്നു. അങ്ങനെയാണ് ഞാൻ ബാംഗ്ലൂരിൽ എത്തുന്നത്. ബാംഗ്ലൂരിൽ ആ ഗോസ്പൽ റെക്കോർഡിംഗ് അസോസിയേഷനോടുകൂടി ട്രെയിനിങ്ങിന് വേണ്ടിയാണ് വന്നതെങ്കിലും അത് അധികം നാള് ആ ഓർഗനൈസേഷൻ മുന്നോട്ട് പോയില്ല. എന്നാൽ ആ കാലഘട്ടത്തിൽ ഞാൻ ബാംഗ്ലൂരിൽ കൂട്ടായ്മയ്ക്ക് അല്ലെങ്കിൽ ഫെലോഷിപ്പിൽ പോയിക്കൊണ്ടിരുന്നത് ബാംഗ്ലൂരിലുള്ള അഗാപ്പെ ക്രിസ്ത്യൻ അസംബ്ലി ആയിരുന്നു. ആ സഭ എന്നെ വളരെയധികം കർത്താവിന്റെ വേലയിൽ പ്രോത്സാഹിപ്പിച്ചു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വളരെയധികം അവസരങ്ങൾ ആ സ്ഥലസഭ തന്നു. ആ സ്ഥലസഭയിലുള്ള ദൈവമക്കള് അവരുടെ സഹോദരനെ പോലെ അല്ലെങ്കിൽ അവരുടെ മകനെ പോലെ എന്നെ സ്നേഹിച്ചു. അങ്ങനെ ആ കാലഘട്ടത്തിൽ വീടിന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണസമയം വേർതിരിയണമെന്നുള്ള വളരെ ആഗ്രഹമുണ്ട്. എന്നാൽ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ എൻ്റെ മേൽ ഉണ്ടായിരുന്നുകൊണ്ട് പിന്നീട് ചില വർഷങ്ങൾ ഞാൻ വ്യക്തമായ കർത്താവിന്റെ ഒരു ക്ലിയറൻസ് വരുന്നത് വരെ ചില ഓർഗനൈസേഷനുമായിട്ട് ഞാൻ വർക്ക് ചെയ്തു. ഇൻസൈറ്റ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ ബർന്നബാസിൽ ചില നാളുകൾ വർക്ക് ചെയ്തു. ഇൻസൈറ്റ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരു പ്രയർ ഹാൻഡ് ബുക്കിന്റെ ഡേറ്റ എൻട്രി എല്ലാം ചെയ്യുവാൻ എന്നെ ഇടയാക്കി. അന്നേരം എനിക്ക് ഇന്ത്യയിലുള്ള സുവിശേഷന്മാരെ പറ്റി, അല്ലെങ്കിൽ എവിടെയൊക്കെ സുവിശേഷന്മാരുണ്ട്, എവിടെയൊക്കെ സുവിശേഷന്മാരില്ല എന്നുള്ളതിനൊരു ഐഡിയ എനിക്ക് കിട്ടുവാനിടയായി. അതിനുശേഷം ചില നാളുകൾ ബാംഗ്ലൂരിലുള്ള അക്സെപ്റ്റിന്റെ പ്രവർത്തനങ്ങളിൽ ചില നാളുകൾ വർക്ക് ചെയ്യാനിടയായി.
അവിടെയാണ് പ്രിയ സന്തോഷിന്റെ സഹോദരൻ അഭിലാഷ് ഞങ്ങൾ ചില സഹോദരന്മാർ ഒന്നിച്ചാണ് അവിടെ പ്രവർത്തിച്ചത്. ആ കാലഘട്ടങ്ങൾ ജീവിതത്തിൽ ദൈവം എന്നെ മാറ്റിമറിച്ചു. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ അനേകർ മരിക്കുന്നു. അങ്ങനെ അക്സെപ്റ്റിന്റെ ഒരു ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടി ഞാനും അക്സെപ്റ്റിന്റെ സഹോദരൻ രാജു കെ മാത്യു അങ്കിളും കൂടെ മണിപ്പൂരിൽ വന്നപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ആസാം വഴിയാണ് വന്നത്. ആസാമിൽ ഇവിടെ ഒരു മിഷണറിമാരുടെ കോൺഫറൻസ് ഉണ്ടാക്കിയായിരുന്നു. ആ കോൺഫറൻസിൽ വരികയും ഇവിടെയുള്ള സുവിശേഷകന്മാരുമായിട്ട് പരിചയപ്പെടുവാനും എൻ്റെ കൂടെ GTCയിൽ പഠിച്ച പ്രിയ ഷിജു പി ജോസിനെ വീണ്ടും പരിചയം പുതുക്കുവാനും ഇടയായി. അങ്ങനെ ആസാമിനെ പറ്റി എനിക്കൊരു ഭാരം ദൈവം തന്നു. ഞാൻ ബാംഗ്ലൂരിൽ പോയി, അഗാപ്പെ ചർച്ചിൽ വീണ്ടും പോയി. അതിനുശേഷം തിരിച്ചു വന്ന് ചില നാളുകൾ ഷിജുബദറിൻ്റെ കൂടെ ആയിരുന്നു. വീണ്ടും തിരിച്ചുപോയി വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച് 2 മാസത്തിന് ശേഷം ഞങ്ങൾ ആസാമിലേക്ക് ഞങ്ങൾ വന്നു. ആസാമിൽ ആദ്യം 1 മാസം ഷിജുബദറിൻ്റെ കൂടെ ആയിരുന്നു. അതിനുശേഷം നൗഗാവ് എന്ന സ്ഥലത്തേക്ക് പ്രവർത്തനം ആരംഭിക്കാനായിട്ട് ദൈവം ഞങ്ങൾക്ക് ഭാരം തന്നു. അത് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചപ്പോഴേ ഞങ്ങൾ നൗഗാവ് എന്ന സ്ഥലത്തെ പറ്റി ക്ലിയറായ ഗൈഡൻസ് ലഭിച്ചിട്ടാണ് വന്നത്. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ വന്ന കാലഘട്ടത്തിൽ ഇവിടെ നമ്മുടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, ഒരു തമിഴ് സഹോദരൻ, നവോദയ സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആയിരുന്നു. ആ സഹോദരനാണ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ക്രമീകരിച്ചു തന്നു. ഞങ്ങൾക്ക് വേണ്ടിയുള്ള വീട് ഞങ്ങൾക്ക് പല ആൾക്കാരെ പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ ആ ആദ്യകാലങ്ങളിൽ ദൈവം ഒരു ദൈവദൂതനെ പോലെ ആ പ്രിയ സഹോദരനെ ഇവിടെ അയച്ചു. എന്നാൽ ഞങ്ങൾ വന്നു, ചില നാളുകൾക്ക് ശേഷം ആ സഹോദരൻ ട്രാൻസ്ഫർ ആയി പോവുകയും ചെയ്തു. നൗഗാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അനേകർക്ക് സുപരിചിതമായ സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കേരളത്തിലെ അനേക ജോലിക്കാർ വരുന്നുണ്ട്. അവരിൽ ബഹുഭൂരിപക്ഷവും നൗഗാവുകാരാണെന്ന് പറയാൻ പറ്റും. അതുപോലെ ആസാമിലെ ഇവരുടെ ഒരു മെയിൻ ഗുരു ശങ്കർദേവ് എന്ന് പറഞ്ഞ ഒരു ഗുരുവിന്റെ ജന്മസ്ഥലമാണ് നൗഗാവ്. ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഹിന്ദുസ് ആയിരുന്നു മെജോറിറ്റി. എന്നാൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മുസ്ലിംസ് ആണ് മെജോറിറ്റി. കാരണം അനേക ബംഗ്ലാദേശി മൈഗ്രൻസ് ഇവിടെ മൈഗ്രേറ്റ് ചെയ്തു. അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് ഈ നൗഗാവ്. ഈ നൗഗാവ് പ്രദേശത്ത്, നൗഗാവിന്റെ ഈ ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തു. എന്നാൽ ചപ്പനെല്ല എന്നൊരു വില്ലേജിൽ ദൈവം ഞങ്ങൾക്ക് വഴികളെ ഒരുക്കി തന്നു, വഴികളെ തുറന്നു വന്നു. അങ്ങനെ ആ പ്രദേശത്ത് ഒരു ചെറിയ കൂടിവരവ് ആരംഭിപ്പാൻ ദൈവം ഇടയാക്കി. ആ കൂടിവരവ് ദൈവം ഇത്രത്തോളം നിലനിർത്തി. ആ പ്രദേശത്തെ പ്രവർത്തനങ്ങൾ മുഖാന്തരം മറ്റ് പല സ്ഥലങ്ങളിൽ, നൗഗാവ് ഡിസ്ട്രിക്റ്റിന്റെ പല സ്ഥലങ്ങളിൽ പല മാധ്യമങ്ങളിലൂടെ, ഫിലിം ഷോയിലൂടെ, ചിൽഡ്രൻസ് ക്ലബിലൂടെ, അങ്ങനെ പല മാധ്യമങ്ങളിലൂടെ ദൈവത്തിന് എത്തിപ്പാൻ കഴിഞ്ഞ വർഷങ്ങളിൽ ദൈവം സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെയുള്ള ചെറിയ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഇവിടെയുള്ള വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുക, നൗഗാവ് ഡിസ്ട്രിക്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി അനേകർ കർത്താവിനെ കണ്ടെത്തണം, ഇനി അനേക സ്ഥലസഭകൾ ഉണ്ടാകണം. ഞങ്ങൾ കഴിഞ്ഞ 18 വർഷമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് സ്വന്തമായ ഒരു സ്ഥലം വേണം, ഒരു സഭാവോട് പണിയണം. ദൈവം അതിനുള്ള വഴികളെയും ദൈവം ഒരുക്കി. ഞങ്ങൾക്കൊരു വസ്തു മേടിപ്പാനും ആ വസ്തു സ്റ്റുവാർഡിന്റെ പേര് രജിസ്ട്രേഷൻ ചെയ്യുവാനും ഇപ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. കൺസ്ട്രക്ഷന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഈ വർഷം അല്ലെങ്കിൽ ജനുവരിക്കകം പണി പൂർത്തിയാക്കി അത് ഡെഡിക്കേഷൻ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ആ സഭാവിനോട് ചേർന്ന് തന്നെ ഞങ്ങൾക്കുള്ള താമസ സൗകര്യങ്ങളും പണിയുന്നു. അങ്ങനെ ഞങ്ങളും ആ പ്രദേശങ്ങളിലേക്ക് താമസം മാറി കർത്താവിന്റെ വേല ഇനിയും വിപുലമായി, അല്ലെങ്കിൽ കർത്താവിന്റെ വേല ഇനിയും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ചെയ്യുവാൻ ദൈവം കൃപ തരേണ്ടതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതാണ് എൻ്റെ സമ്മറിയായിട്ട് എൻ്റെ സാക്ഷ്യം പറയുകയാണെങ്കിൽ. ഈ ഒരു ടെസ്റ്റിമണിയിലൂടെ 2 കാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ സാക്ഷ്യത്തിലൂടെ അവസാനം നമ്മൾ ഓരോരുത്തരും പറയുവാനിടയാകണം നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ്. 2, സുവിശേഷ വേല എത്ര മഹത്വമുള്ള വേലയാണ്. ഹൗ ഗ്രേറ്റ് അവർ ഗോഡ് ഈസ് ആൻഡ് ഹൗ ഗ്രേറ്റ് ഹിസ് വർക്ക് ഈസ്. ഈ 2 കൺക്ലൂഷനിൽ ഈ മീറ്റിംഗ് മുഖാന്തരം ഇടയായിരുന്നുവെങ്കിൽ അതാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ ഉദ്ദേശവും. ഈ 18 വർഷക്കാലം ദൈവം നടത്തിയ വിധങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാനതിനെ മൂന്ന് കാര്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ 18 വർഷക്കാലത്തെ, ഒന്ന്, ദ പ്രൊവിഡൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കരുതൽ. ഞാൻ GTCയിൽ പഠിക്കുവാൻ പോകുമ്പോൾ ഇങ്ങനെ ആസാമിൽ വരും, ഇവിടെ കർത്താവിന്റെ വേല ചെയ്യും, ഇവിടെ ഒരു സ്ഥലസഭ ഉണ്ടാകും, ഇതൊന്നും
ഞാൻ ചിന്തിച്ചതേ അല്ല. പ്രത്യേകിച്ച് എൻ്റെ ഫാമിലിയുടെ സാഹചര്യം അനുസരിച്ചും അതുപോലെ പല 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 ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതെല്ലാം വെച്ച് കർത്താവിൻ്റെ വേലയിൽ എനിക്ക് വേർതിരിയാൻ പറ്റും, പൂർണ്ണ സമയം കർത്താവിൻ്റെ വേലയിൽ ആകുവാൻ പറ്റും എന്ന് ഞാൻ ചിന്തിച്ചതേയില്ല. എന്നാൽ ദൈവത്തിൻ്റെ പ്രൊവിഡൻസ് അല്ലെങ്കിൽ ദൈവിക കരുതലുകൾ ഞാനിന്ന് തിരിച്ചു നോക്കുമ്പോൾ അത് അത്ഭുതമാണ്. ഈ 18 വർഷക്കാലത്തെ ദൈവത്തിൻ്റെ കരുതൽ, അതെൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ തടിയൂരുള്ള ഞങ്ങളുടെ അയൽവക്കക്കാർ പറയും, എബി ആ കുടുംബത്തിൽ നിന്ന് എങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞു. അത് അവർക്കൊരു അത്ഭുതമാണ്. എന്നാൽ അതാണ് അതാണ് ദൈവിക കരുതൽ. അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്നും ദൈവിക വിളി ഉണ്ടെങ്കിലും ദൈവിക കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നമുക്ക് വേർതിരിയുവാനായിട്ട് സാധ്യമാവുള്ളൂ. അങ്ങനെ കഴിഞ്ഞ 18 വർഷം ആസാമിൽ, അല്ലെങ്കിൽ മൊത്തം 19 വർഷക്കാലം ദൈവത്തിൻ്റെ വളരെയധികം കരുതൽ, ദ പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. നമ്മളെല്ലാം ഇന്ന് അത്ഭുതങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ദൈവം തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ ചെയ്യും, അതിൽ യാതൊരു സംശയമില്ല. അതിലുപരിയായി ഹൗ ഗോഡ് വർക്ക്സ് ടു ദ പ്രൊവിഡൻസ്, ദൈവം ദൈവിക കരുതലുകളിലൂടെ നമ്മളെ നടത്തുന്ന വിധങ്ങൾ അത് അനേകമാണ്. കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രൊവിഡൻസ് അനേകം ഞങ്ങൾക്ക് അനുഭവിക്കാനിടയായിട്ടുണ്ട്. 18 വർഷക്കാലം അറിയാൻ വയ്യാത്തൊരു സ്ഥലം, ഭാഷ അറിയത്തില്ല. ഞാനും എൻ്റെ ഭാര്യയും കൂടെ വെളിയിൽ പോയാൽ തിരിച്ചെങ്ങനെ വീട്ടിൽ വരണമെന്ന് അറിയത്തില്ല. ഇന്നത്തെ ആസാം അല്ലായിരുന്നു 18 വർഷക്കാലം മുമ്പുള്ള ആസാം. ആഴ്ചയിൽ ഒരിക്കലും ഇവിടെ ബന്ദ് കാണും, തീവ്രവാദികളുടെ പ്രശ്നം, അങ്ങനെ പലവിധമായ ചലഞ്ചസ്. എന്നാൽ അതിൻ്റെ നടുവിൽ ഇന്ന് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാര്യമേ ഉള്ളൂ പറയുവാൻ: ദൈവത്തിൻ്റെ കരുതൽ അപാരം. ദൈവത്തിൻ്റെ കരുതലിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഞങ്ങൾക്കൊരു വസ്തു, സഭാകളിലൊരു വസ്തു വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ആ വസ്തുവിൻ്റെ കാര്യത്തിൽ ദൈവം ഞങ്ങളെ അത്ഭുതകരമായിട്ട് നടത്തി. അതിനുശേഷം ആ വസ്തു സ്റ്റുവാർഡിൻ്റെ പേരിൽ രജിസ്ട്രേഷൻ ചെയ്യണമായിരുന്നു. എന്നാൽ ഈ ഞങ്ങളുടെ സഭാകളിലുള്ള വില്ലേജുകളിൽ അവർക്ക് ഒരു ട്രസ്റ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ സ്റ്റുവാർഡിൻ്റെ പേരിൽ എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യണതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. എന്നാൽ അവിടെയും ദൈവം ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കരങ്ങളെ ചലിപ്പിച്ചു. അതുപോലെ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് പെർമിഷൻ ലഭിക്കണമായിരുന്നു. ആ പെർമിഷനും സുവിശേഷ വിരോധികളാണ് അധികാരികൾ. എന്നാൽ അവിടെയും ദൈവത്തിൻ്റെ പ്രൊവിഡൻസ് ഞങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളിലും കാണുവാനിടയായി. ഇന്ന് വരെ സഭാ ഹാളിൻ്റെ പണി ദൈവത്തിൻ്റെ പ്രൊവിഡൻസ്, ദൈവത്തിൻ്റെ കരം ഞങ്ങളോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ വാണ്ട് ടു ഷെയർ ഈസ് ദ പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ചെറുപ്പക്കാരായ ആളുകൾ ഉണ്ടെങ്കിൽ അനേകർക്ക് ഒരു പക്ഷെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ പല കാര്യങ്ങൾ സംശയമുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ വിളിയെപ്പറ്റി നമുക്ക് പൂർണ്ണമായ നിശ്ചയമുണ്ടായിരിക്കും. വി ഷുഡ് ബി ക്ലിയർ അബൌട്ട് അവർ കോളിംഗ്. ദൈവിക വിളിയെപ്പറ്റി നമുക്ക് സംശയമുണ്ടാവാൻ പാടില്ല. എന്നാൽ മറ്റ് അനേക കാര്യങ്ങൾ ദൈവം കാലക്രമേണ നമ്മൾക്ക് വെളിപ്പെടുത്തും. നമ്മൾ ഓരോരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം ദൈവത്തിന്റെ പ്രൊവിഡൻസ് ആണല്ലോ എന്നോർത്ത് നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും. അതുകൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഈ ചെറിയ സാക്ഷ്യം നിമിത്തം ആരെങ്കിലും വേർപെടുവാൻ അല്ലെങ്കിൽ സുവിശേഷ ദർശനമുള്ളവരായി ജീവിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ, ദൈവം എങ്ങനെ കരുതും, ദൈവിക കരുതൽ എങ്ങനെയാണെന്ന് സംശയമുണ്ടെങ്കിൽ, ഞങ്ങളാണെന്നതിന്റെ സാക്ഷികൾ. ദൈവം തീർച്ചയായും ദൈവിക കരുതൽ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും, അതിന് യാതൊരു സംശയമില്ല. രണ്ടാമതായി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവിക സംരക്ഷണം, ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്. ദൈവിക സംരക്ഷണത്തെ പറ്റി പറയുകയാണെങ്കിൽ അനേക കാര്യങ്ങൾ പറയുവാനുണ്ട്. 2 ഇൻസിഡന്റ് ആണ് മെയിനായിട്ട് എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ. ഞാൻ എൻ്റെ ഭവനത്തിൽ ഒരു പ്രാവശ്യം എൻ്റെ കൈ ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു ഡെറ്റോൾ ബോട്ടിൽ കൊണ്ട് എൻ്റെ കൈ മുറിഞ്ഞു. എന്നിട്ട് എൻ്റെ കൈയുടെ ഞരമ്പ് മുറിഞ്ഞു. ആ സമയത്ത് ഞങ്ങളുടെ ഭവനത്തിൽ ആസാമിൽ കാർബിയോലോങ്ങിൽ വർക്ക് ചെയ്യുന്ന മിഥുനുമുണ്ട്. എൻ്റെ കൈയുടെ ഞരമ്പ് മുറിഞ്ഞ് ബ്ലഡ് ഇങ്ങനെ ചീറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. മിഥുൻ എന്നെ ബൈക്കിൽ പുറകിൽ കയറ്റി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ആ ഹോസ്പിറ്റലിൽ അവരെടുത്തില്ല. അതിനുശേഷം ഞാൻ ബൈക്കിൽ തന്നെ ഇരിക്കണം. ഒരു ആംബുലൻസുകാരനെ വിളിച്ചു. ആംബുലൻസുകാരൻ പറഞ്ഞു ആംബുലൻസിൽ ബ്ലഡ് ആവും എന്ന് പറഞ്ഞ് ആംബുലൻസിൽ ഞങ്ങളെ കയറ്റിയില്ല. അതിനുശേഷം ഇതിന്റെ ബൈക്കിന്റെ പുറകിൽ ഇരുന്നുകൊണ്ട് എന്നെ ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ എത്തുകയും ഞാൻ മയങ്ങി വീഴുകയുമായിരുന്നു. എൻ്റെ ശരീരത്തിലുള്ള ഏകദേശം 3/4 ബ്ലഡോളം തീർന്നു. എന്നാൽ ആ സമയത്ത് ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അവര് ശരിയായ രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇന്നും എൻ്റെ കൈ ലെവലല്ല. ആ മാർക്ക് ഇന്നും എൻ്റെ കയ്യിലുണ്ട്.
ആ സ്റ്റിച്ച് എങ്ങനെയൊക്കെയോ അവർ സ്റ്റിച്ച് ചെയ്ത് എൻ്റെ ബ്ലീഡിങ് നിർത്തി. എന്നാൽ ആ നിമിഷത്തിൽ ദൈവത്തിന്റെ കരുതൽ എനിക്ക് വ്യക്തമായിട്ട് അനുഭവിക്കാനിടയായി. കുറച്ചുകൂടെ ലേറ്റ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഞാൻ ഖത്തർ ചേർക്കപ്പെട്ടതേനെ. എന്നാൽ ആ തക്ക സമയത്ത് ദൈവം തന്റെ കരം ഞങ്ങളോട് കൂടെ, അല്ലെങ്കിൽ ഞങ്ങൾ അടിയനോട് കൂടെ ഇരുന്നു. അതോടൊപ്പം ഞാൻ ദൈവത്തെ സ്തുതിക്കും. അതാണ് ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ കോവിഡിന്റെ കാലഘട്ടത്തിൽ എൻ്റെ ഭവനത്തിൽ എനിക്ക് മാത്രം കോവിഡ് പോസിറ്റീവായ, ബാക്കി എല്ലാവരും കോവിഡ് നെഗറ്റീവ്. സർക്കാർ വന്ന് ഞങ്ങളുടെ ഭവനത്തിന് മുന്നിൽ ക്വാറന്റൈൻ സോൺ എന്ന് അടിച്ചു. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ പല മാനസിക പ്രശ്നങ്ങൾ, അതുപോലെ പലവിധമായ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിലും ഞങ്ങളെ കരുതുവാൻ ചിലരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഞങ്ങളുടെ സഭയിലുള്ള ചില വിശ്വാസികൾ, അല്ലെങ്കിൽ ഞങ്ങളെ അയൽവാസികൾ. അതും ദൈവത്തിന്റെ കരുതലായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് രണ്ടാമതായി ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകുവാൻ താല്പര്യമുണ്ട്, എന്നാൽ ദൈവം എന്നെ കരുതുമോ എന്ന സംശയം ഉള്ള ചിലരെന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഞങ്ങളാണ് അതിന് സാക്ഷികൾ. തീർച്ചയായിട്ടും കർത്താവിന്റെ വേലയ്ക്ക് നമ്മൾ പോയാൽ ദൈവം നമ്മളെ അത്ഭുതകരമായിട്ട് കരുതും. കാരണം അന്യദേശങ്ങളിലത്തെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഒരു പക്ഷേ നമ്മൾക്ക് ആരുമില്ലായിരിക്കും. എന്നാൽ ആ സമയത്ത് ദൈവത്തിന്റെ സ്പെഷ്യൽ കെയർ, ദ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്, സ്പെഷ്യൽ കെയർ നമ്മളോട് കൂടെ തീർച്ചയായിട്ടും ഉണ്ടാവും. ഒന്ന്, ദ പ്രൊവിഡൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ദൈവീക കരുതലുകൾ ഞങ്ങൾക്ക് ഈ 18 വർഷം ആസാമിൽ അനുഭവിക്കാനിടയായി. രണ്ട്, ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്, ദൈവിക സംരക്ഷണം, അത് ഞങ്ങൾക്ക് ഈ 18 വർഷക്കാലം കർത്താവിൽ ആശ്രയിച്ച് അനുഭവിക്കാനിടയായി. ഈ കാലഘട്ടത്തിൽ സുവിശേഷ വേല ചെയ്യുക എന്നുള്ളത് ഒരു പക്ഷേ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം. സർക്കാർ നമുക്കെതിരെയായിരിക്കാം, അല്ലെങ്കിൽ അനേക സൊസൈറ്റികൾ നമുക്കെതിരെ ആയിരിക്കാം. എന്നാൽ ഒരു ദേവദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇറ്റ്സ് ഡേഞ്ചറസ് ടു ഡു ദ വർക്ക് ഓഫ് ദ ലോർഡ് നൗ, ബട്ട് ഇറ്റ് ഈസ് മോർ ഡേഞ്ചറസ് നോട്ട് ടു ഡു ദ വർക്ക് ഓഫ് ദ ലോർഡ്. നമ്മൾ ഇന്ന് കർത്താവിന്റെ വേല ഒരു പക്ഷെങ്കിൽ ഈ കാലഘട്ടത്തിൽ ചെയ്താൽ ഒരു പക്ഷെങ്കിൽ നമ്മൾ ജയിലിൽ അടയ്ക്കപ്പെടുന്നിരിക്കാം. എന്നാൽ നമ്മൾ ഈ സുവിശേഷം അറിയിച്ചില്ല എങ്കിൽ അനേകർ നിത്യജയിലിൽ അടയ്ക്കപ്പെടുമെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു എരിവുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ ഒരു പ്രൊട്ടക്ഷൻ, ഈ ഒരു സംരക്ഷണം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആസാമിൽ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ദൈവം എനിക്ക് സംരക്ഷണം ഉണ്ടാകുമോ? വാട്ട് ഈസ് മൈ സെക്യൂരിറ്റി? എന്റെ സംരക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ത്രിയേക ദൈവമാണ് നമ്മുടെ സംരക്ഷണം. ദൈവിക ദൂതന്മാരാണ് നമ്മുടെ സംരക്ഷണം. അതിന് ഞങ്ങൾ സാക്ഷികൾ. ഞാൻ മാത്രമല്ല, ആസാമിലുള്ള എല്ലാ സുവിശേഷകന്മാർക്കും ആ സാക്ഷ്യം പറയുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഒന്ന്, ദൈവിക കരുതൽ നമ്മൾക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മുന്നേറണം. രണ്ട്, ദൈവിക സംരക്ഷണം നമ്മൾക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും കർത്താവിന്റെ വേലയിൽ നമ്മൾ മുന്നേറണം. മൂന്നാമതായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദ സപ്ലൈ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പുലർത്തൽ. ഹൗ ഗോഡ് സപ്ലൈസ്. ഇന്ന് വിശ്വാസത്താലുള്ള ജീവിതം അതൊന്നും നടക്കത്തില്ല എന്നാണ് അനേകരുടെ വിശ്വാസം. ലിവിങ് ബൈ ഫെയ്ത്ത് ഡസന്റ് വർക്ക്. എന്നാൽ അനേകർക്ക് സാക്ഷ്യം പറയാനായിട്ട് കഴിയും, ഈ കാലഘട്ടത്തിലും വിശ്വാസത്താൽ ജീവിക്കുവാൻ പറ്റും. സങ്കീർത്തനം 37:25 നമ്മൾ വായിക്കുകയാണെങ്കിൽ, നീതിമാന്റെ സന്തതി ആഹാരത്തിന് ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതുപോലെ ഫിലിപ്പിയ ലേഖനം 4:19 ഗോഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്. ദൈവം നമ്മുടെ എല്ലാവിധ ആവശ്യങ്ങളും ദൈവം സപ്ലൈ ചെയ്യും. ഗോഡ് ഈസ് അവർ സപ്ലയർ. ദൈവമാണ് നമ്മുടെ സപ്ലയർ. ഫണ്ടല്ല, സഭയല്ല, വ്യക്തികളല്ല. ഗോഡ് ഈസ് അവർ, ദൈവമാണ് നമ്മുടെ സപ്ലയർ. ഇവരെല്ലാം മീൻസ് ആണ്. ഇവരെല്ലാം ദൈവം വെച്ചിരിക്കുന്ന മാധ്യമങ്ങളാണ്. വിശ്വാസികൾ ദൈവത്തിന് കൊടുക്കുന്നു, നമ്മൾ ദൈവത്തിൽ നിന്ന് ചോദിച്ചു മേടിക്കുന്നു. അതാണ് ദ സപ്ലൈ ഓഫ് ഗോഡ്. ആ സപ്ലൈ ഓഫ് ഗോഡിനെ പറ്റി ഈ 18 വർഷക്കാലം ഞങ്ങൾക്ക് അനേക അനുഭവങ്ങൾ പറയുവാൻ സാധിക്കും. എന്നാൽ ഇവിടെയുള്ള അവിശ്വാസികൾ ഞങ്ങളോട് ചോദിക്കും, ഈ ആസാമിലുള്ളവരെല്ലാം കേരളത്തിലോട്ട് പോകുന്നു, നിങ്ങൾ എന്തിനാണ് ഇവിടെ കിടക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ചിലർ ചോദിക്കും, നിങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് പൈസ വരുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഈ സത്യങ്ങളൊന്നും അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുകയില്ല. ആ വിശ്വാസികളുടെ കാര്യം പോട്ടെ, അനേക വിശ്വാസികൾക്ക് വിശ്വാസ ജീവിതത്താൽ സുവിശേഷന്മാർ ജീവിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കാൻ അനേക വിശ്വാസികൾക്ക് ഇന്ന് പാടാണ്. എന്നാൽ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവമാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും. ഗോഡ് ഈസ് അവർ സപ്ലയർ.
അതൊരു ജീവിക്കുന്ന സത്യമാണ്. ഈ 3 കാര്യം പറഞ്ഞുകൊണ്ടാണ് എൻ്റെ സാക്ഷ്യത്തിൻ്റെ ഒരു സമ്മറി ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവിക കരുതൽ 18 വർഷക്കാലം, ദൈവിക സംരക്ഷണം 18 വർഷക്കാലം, ദൈവിക സപ്ലൈ, ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന അല്ലെങ്കിൽ ദൈവം പുലർത്തുന്ന വഴികൾ, അത് വളരെ വലുതാണ്. ഈ കാര്യമൊക്കെ ഞാൻ പറയുമ്പോഴും ഇനി ഇവിടെയുള്ള വേലയിൽ അല്ലെങ്കിൽ ആസാമിലുള്ള മൊത്തത്തിലുള്ള വേലയിൽ നമുക്ക് എങ്ങനെ പങ്കുചേരാൻ സാധിക്കും? ഒന്ന്, ആസാമിലുള്ള നൗഗാവിലുള്ള വേലകളിൽ വരിക. അനേക സ്ഥലങ്ങളിൽ സ്ഥലസഭകളുണ്ട്. എന്നാൽ സ്ഥലസഭകൾക്ക് ഒരു പ്രചോദനമായ ഒരു പക്ഷെങ്കിൽ ഒരു സാമൂഹിക ഒരു സ്കൂള്, ഒരു പക്ഷെങ്കിൽ ചിലർക്ക് ഇവിടെ വന്നൊരു സ്കൂൾ തുടങ്ങുവാനുള്ള ഒരു ഭേദനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കും. അല്ല, ചിലർക്ക് ഇവിടെ വന്നൊരു ഹോസ്പിറ്റൽ തുടങ്ങുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്ഥാപിക്കും. അല്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇവിടെ വന്നൊരു സ്റ്റാർട്ടപ്പ്, വിശ്വാസികൾക്ക് ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു തൊഴിൽ മാർഗം തുടങ്ങുവാനാണെങ്കിൽ അതിനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കും. അതിലുപരിയായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം നിങ്ങളെ പൂർണ്ണസമയ സുവിശേഷകനായിട്ട് അയക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യതകൾ അനേകമാണ്. കാരണം അനേക ഡിസ്ട്രിക്റ്റുകൾ ഇപ്പോഴും ഒരു വേലക്കാര് പോലും ഇല്ലാതെ കാലിയായിട്ട് കിടക്കുകയാണ്. എന്നാൽ ദൈവം അയക്കണം. ദൈവം അയച്ചവർക്ക് മാത്രമേ ഈ സ്ഥലങ്ങളിൽ നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു സത്യമാണ്. അത് നിങ്ങളുടെ അനേകർ ഈ പ്രദേശങ്ങളിൽ കടന്നു വരണം. നോട്ട് ജസ്റ്റ് ഫോർ എ മിഷൻ ടൂറിസത്തിന് വേണ്ടിയല്ല, എന്നാൽ ഭാരത്തോടുകൂടി കർത്താവിന്റെ വേലയിൽ എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അനേകർ ഈ സ്ഥലങ്ങളിൽ വന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും വേലയെക്കുറിച്ചുള്ള ഭാരം നമ്മളിലൊക്കെ ഉളവാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഒന്ന്, ഞാൻ ആദ്യമായിട്ട് എൻ്റെ സാക്ഷ്യത്തിൻ്റെ ഒരു സമ്മറി പറഞ്ഞു. രണ്ടാമതായി 3 പോയിന്റിലൂടെ 18 വർഷത്തെ എൻ്റെ ജീവിതം ദൈവിക കരുതൽ, ദൈവിക സംരക്ഷണം, ദൈവിക സപ്ലൈ. ഇനി അല്പസമയത്തെ ചിന്തയ്ക്കായി ഇതിടയ്ക്ക് കട്ടാവുമോ ബ്രദറെ? ഒരു 6-7 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് ഒരു 3-4 മിനിറ്റ് സമയം എടുക്കുമോ ഒന്ന് ഓണാവാനേ? ഓക്കെ ഒന്ന് കട്ട് ചെയ്തും കയറിയാൽ മതി. ഓക്കെ, ശരി. ഓക്കെ, നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന് 37-38 നമുക്ക് വായിക്കാനുള്ള സമയത്ത് നമുക്കെല്ലാം സുപരിചിതമായ ഒരു വാക്യമാണ്. കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ 4 സത്യങ്ങൾ വളരെ പെട്ടെന്ന് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഗോഡ്സ് വർക്ക് ഈസ് ദ ഗ്രേറ്റസ്റ്റ് വർക്ക് ഓൺ ദ യൂണിവേഴ്സ്. സുവിശേഷ വേലയാണ് ഭൂമിയുടെ പരപ്പിലുള്ള ഏറ്റവും വലിയ വേല. ഇത് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ കോൺക്രീറ്റ് ഇട്ട് നമ്മൾ പണിയണം. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ, നമ്മുടെയൊക്കെ സഭകളിൽ നമ്മൾ അടിസ്ഥാനമിടേണ്ട ഒരു കാര്യമാണ്. സുവിശേഷ വേലയാണ് ഏറ്റവും വലിയ വേല. എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും വലിയ വേല? കാരണം ഇറ്റ് ഈസ് അബൌട്ട് ദ ഗ്രേറ്റസ്റ്റ് പേഴ്സൺ, ജീസസ് ക്രൈസ്റ്റ്. സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ ഇത് ലോക ചരിത്രത്തിലെ ഏറ്റവും മഹാനായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ളതാണ്. അതുകൊണ്ടാണ് സുവിശേഷ വേല ഏറ്റവും വലിയ വേല. 2, ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് മെസ്സേജ്, സിന്നർ ബിക്കമിങ് സെയിന്റ്. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സന്ദേശമാണ് സുവിശേഷം. അതുകൊണ്ടാണ് ഇത് ഏറ്റവും വലിയ വേല. 3, സുവിശേഷ വേലയാണ് ഏറ്റവും വലിയ വേല. കാരണം സുവിശേഷ വേലയെ പോലെ നിത്യതയെ പറ്റി അല്ലെങ്കിൽ പ്രത്യാശ കൊടുക്കുന്ന വേറൊരു സന്ദേശമില്ല. ഇനി അനേക കാരണങ്ങൾ പറയുവാനായിട്ട് കഴിയും. എന്നാൽ സുവിശേഷ വേല എന്നുള്ളത് ഏറ്റവും വലിയ വേലയാണെന്നുള്ളത് നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ, നമ്മുടെയൊക്കെ സഭകളിൽ നമ്മളിത് നമ്മളിത് കോൺക്രീറ്റ് ഇട്ട് പണിയേണ്ട കാര്യങ്ങളാണ്. ബട്ട് ടുഡേ മെനി ലുക്ക് ഡൗൺ ഓൺ ഗോഡ്സ് വർക്ക്. അനേകർ സുവിശേഷ വേലയെ വളരെ വളരെ ലുക്ക് ഡൗൺ, വളരെ താഴ്ന്ന രീതിയിലാണ് കാണുന്നത്. എന്നാൽ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് ഏറ്റവും പ്രാധാന്യം കൊടുത്ത, അല്ലെങ്കിൽ ഭൂമിയുടെ പരപ്പിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വേലയാണ് കർത്താവിന്റെ വേല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വേലക്കാരായി, അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ സാക്ഷികളായ രാജാതിരാജായ കർത്താവിന്റെ വേലക്കാരായി ജീവിക്കുക എന്നുള്ളത്, പ്രവർത്തിക്കുക എന്നുള്ളത് അത് ഏറ്റവും വലിയ വേലയാണ്. ആ വേലയിൽ, കർത്താവിന്റെ വേലയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരും അതോർത്ത് അഭിമാനിക്കണം. ഞാൻ ചെയ്യുന്നത് ഏറ്റവും വലിയ വേലയാണ്. രണ്ടാമത്തെ സത്യം ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, സുവിശേഷ വേലയാണ് ഏറ്റവും വലിയ വേല എന്നുള്ള സത്യമാണ്.
God's work is the greatest work on the universe, that is true. But it is the same work which has greatest opposition. സുവിശേഷ വേലയാണ് ഏറ്റവും വലിയ പ്രതികൂലമുള്ള വേലയും. ഏറ്റവും വലിയ വേല സുവിശേഷ വേലയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രതികൂലങ്ങളുള്ള, ഏറ്റവും ഒപ്പോസിഷൻ ഉള്ള വേല സുവിശേഷ വേലയാണ്. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ പത്രോസും യോഹന്നാനും രോഗസൗഖ്യം ചെയ്തതിനു ശേഷം സുവിശേഷ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ചു. യഹൂദന്മാർ അല്ലെങ്കിൽ അവരുടെ അധികാരികൾ പത്രോസിനെയും യോഹന്നാനെയും ജയിലിലടച്ചു, അല്ലെങ്കിൽ പത്രോസിനെയും യോഹന്നാനെയും വാൺ ചെയ്തു. അതിനുശേഷം പത്രോസിനെയും യോഹന്നാനെ ശിക്ഷിച്ചു. അതിനുശേഷം അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ രോഗസൗഖ്യം ചെയ്യണ്ട എന്ന് അവിടെ പറയുന്നില്ല, മറിച്ച് ഡോണ്ട് പ്രീച്ച് ഇൻ ദ നെയിം ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രസംഗിക്കരുത്. എത്ര വേണേലും രോഗസൗഖ്യം ചെയ്തു, എന്നാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ലോകം നമ്മൾക്കെതിരെയാകും. നമ്മൾ എത്ര സാമൂഹിക സേവനം ഇന്ത്യൻ നിയമപ്രകാരം നമ്മൾ ചെയ്താലും ഒരു പക്ഷെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവാണ് ഏക രക്ഷകൻ, യേശുക്രിസ്തുവാണ് ഏക വഴി, യേശുക്രിസ്തുവാണ് ഏക ദൈവം, യേശുക്രിസ്തുവിലൂടെ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെയാണ് പ്രശ്നം. ദ ഗ്രേറ്റസ്റ്റ് ഒപ്പോസിഷൻ ഈസ് ഓൾസോ ഇസ് ഫോർ ദ ഗോസ്പൽ. സുവിശേഷത്തിന് വേണ്ടി, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയാണ് ഏറ്റവും വലിയ എതിർപ്പും നമ്മൾ നേരിടേണ്ടി വരുന്നത്. അനേകർ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാനുള്ള ഒരു തടസ്സം ഒരു പക്ഷെങ്കിൽ സുവിശേഷ വേലയ്ക്ക് കൊണ്ട് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള എതിർപ്പുകളായിരിക്കും അവരുടെ മനസ്സിലുള്ളൂ. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ സുവിശേഷ വേല ചെയ്ത ഒരു പക്ഷെങ്കിൽ നമ്മൾ ജയിലിലെത്തുമായിരിക്കാം. എന്നാൽ നമ്മൾ കർത്താവിന്റെ വചനം നമ്മൾ മറ്റുള്ളവരോട് അറിയിച്ചില്ലെങ്കിൽ അനേകർ നരകമാകുന്ന ജയിലിൽ പോയി നിത്യത മൊത്തം കഴിയേണ്ടി വരും. അതുകൊണ്ട് ഏതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾക്കാണ് ചോയ്സ് ഉള്ളത്. അതുകൊണ്ട് ഏറ്റവും വലിയ ഒപ്പോസിഷൻ ഉള്ള ഒരു വേലയാണ് സുവിശേഷ വേല. അനേകർ ഈ വേലയെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. രാജാക്കന്മാർ ശ്രമിച്ചു, അനേക കിങ്ഡംസ് ശ്രമിച്ചു, അനേക വ്യക്തികൾ ശ്രമിച്ചു, പലരും ശ്രമിച്ചു ഈ കർത്താവിന്റെ വേലയെ നശിപ്പിക്കാൻ, ദൈവവേലയെ നശിപ്പിക്കാൻ. എന്നാൽ ഇന്നും സുവിശേഷത്തിന്റെ കൊടി പാറുന്നുണ്ട്. അതിന് കാരണം ഈ സുവിശേഷ വേല എത്ര എതിർപ്പുണ്ടെങ്കിലും ഇത് മുന്നോട്ട് പോകുന്ന ഒരു വേലയാണ്. ഒന്ന്, കർത്താവിന്റെ വേലയാണ് ഈ ഭൂപരപ്പിലുള്ള ഏറ്റവും വലിയ വേല. ഇതിനെ വെല്ലുവാൻ ഇതിൽ മികച്ചായ ഒരു വേലയില്ല. രണ്ട്, ഏറ്റവും വലിയ വേലയാണ് സത്യം. എന്നാൽ അതോടൊപ്പം തന്നെ ഈ വേലയിലാണ് ഏറ്റവും വലിയ എതിർപ്പുള്ളത്. മൂന്നാമതായി ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, കർത്താവിന്റെ വേലയിൽ ഒരു പ്രശ്നമുണ്ട്. ഏറ്റവും വലിയ വേലയാണ്, ഏറ്റവും വലിയ എതിർപ്പുള്ള വേലയാണ്. എന്നാൽ ഈ വേലയിലുള്ള പ്രശ്നം, വേലക്കാരോ ചുരുക്കം. The problem with this greatest work is it has not enough laborers. Laborers shortage. വേലക്കാർ ചുരുക്കമാണ്. കർത്താവ് 2000 വർഷം മുമ്പ് പറഞ്ഞതാണ് വേലക്കാർ ചുരുക്കം. അതിനുശേഷം പോപ്പുലേഷൻ എത്ര വളർന്നിട്ടുണ്ട്. എന്നാൽ അതനുസരിച്ച് വേലക്കാരുടെ വളർച്ച ഉണ്ടോ? ഞാനിങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, കാത്തലിക് ചർച്ചിന് അവർക്ക് ധാരാളം വേലക്കാരുണ്ട്. ദേ ഹാവ് ഇനഫ് വർക്കേഴ്സ്. പോട്ടെ, യഹോവ വിറ്റ്നസിന് അവർക്ക് ആവശ്യത്തിന് വേലക്കാരുണ്ട്. എന്നാൽ സത്യസുവിശേഷം പ്രസംഗിപ്പാൻ ഇന്നും വേലക്കാർ കുറവാണ്. ഇസ് ഇറ്റ് നോട്ട് എ മിസ്റ്റേക്ക്? അല്ലെ വി ഷുഡ് ബി അഷേംഡ് അബൌട്ട് ഇറ്റ്. സത്യസുവിശേഷം പ്രസംഗിപ്പാൻ ഇന്നും വേലക്കാർ ചുരുക്കമാണെന്ന് പറഞ്ഞ ക്രിസ്തു സഭ, കർത്താവിന്റെ സഭ അതിനെപ്പറ്റി ലജ്ജിക്കണം. പെപ്സി ആണ് ഏറ്റവും വലിയ കമ്പനി എന്ന് പറഞ്ഞാൽ, പെപ്സി അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ ഈ വലിയ കമ്പനികൾ, അവർക്ക് ലേബർ ഷോർട്ടേജ് ഇല്ല. നമ്മൾ പറയും സുവിശേഷ വേലയാണ് ഏറ്റവും വലിയ വേല, സുവിശേഷത്തിന്റെ സത്യമാണ് ഏറ്റവും വലിയ സത്യം, സുവിശേഷത്താൽ അല്ലാതെ മാനവജാതിക്ക് രക്ഷയില്ല. എന്നാൽ ഈ ഏറ്റവും വലിയ വേല, ഏറ്റവും വലിയ വേല അല്ലെങ്കിൽ ഇത്ര ശ്രേഷ്ഠമായ സത്യമുള്ള വേല, ഇറ്റ് ഹാസ് ഷോർട്ടേജ് ഓഫ് വർക്കേഴ്സ്. അനേക സ്ഥലങ്ങളിൽ വർക്കേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ പ്രയർ ഹാൻഡ് ബുക്കൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം 3000 വർക്കേഴ്സ് ഉണ്ട്. എന്നാൽ
അതിൽ 2000 വർക്കേഴ്സ് ഒരു പക്ഷെങ്കിൽ കേരളത്തിലും ആന്ധ്രയിലുമായിരിക്കും. നമുക്ക് ഈ ലോകത്തിന് അല്ലെങ്കിൽ സർക്കാരിന് സുവിശേഷം പ്രസംഗിക്കുന്നവരെ ഒരു പക്ഷെങ്കിൽ ബൈൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും, അവരെ കെട്ടാൻ പറ്റുമായിരിക്കും, അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ബട്ട് ദേ ക്യാൻ നെവർ ബൈൻഡ് ദ വേർഡ് ഓഫ് ഗോഡ്. കർത്താവിന്റെ വചനത്തെ അവർക്ക് കെട്ടുവാനായിട്ട് സാധ്യമല്ല. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ കൺക്ലൂഷൻ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ സാക്ഷ്യത്തിന്റെ 2 ഉദ്ദേശം. ഒന്ന്, തീർച്ചയായിട്ടും ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരും പറയണം നമ്മുടെ ദൈവം എത്ര മഹാൻ. 2, നമ്മൾ ഓരോരുത്തരും പറയണം ഈ കർത്താവിന്റെ വേല എത്ര ശ്രേഷ്ഠമെന്ന്. ഞാൻ 3 കാര്യങ്ങളാണ് എൻ്റെ സാക്ഷ്യത്തെ ക്രോഡീകരിച്ച് പറഞ്ഞു. ഒന്ന്, ദൈവിക കരുതൽ 18 വർഷക്കാലം, ദൈവിക സംരക്ഷണം 18 വർഷക്കാലം, ഗോഡ് സപ്ലൈ, ദൈവത്തിന്റെ സപ്ലൈ 18 വർഷക്കാലം. അതുപോലെ ദൈവത്തിൽ നിന്ന് ഈ കർത്താവിന്റെ വേലയെ പറ്റി ഒന്നാമതായി ഞാൻ പറഞ്ഞു, കർത്താവിന്റെ വേലയെ പോലെ ഏറ്റവും ശ്രേഷ്ഠമായ വേല ഇല്ല. 2, ഈ കർത്താവിന്റെ വേല ഏറ്റവും ശ്രേഷ്ഠമായിരിക്കൽ തന്നെ ഇതിനെതിരെയുള്ള ഒപ്പോസിഷൻ, ഇതിനെതിരെയുള്ള എതിർപ്പ് വളരെ വലുതാണ്. 3, ഈ ശ്രേഷ്ഠമായ വേലയ്ക്കുള്ള ഒരു പ്രശ്നം, ഇതിന് വേലക്കാര് കുറവാണ്. എന്നാൽ വേലക്കാര് കുറവാണെങ്കിലും എതിർപ്പ് വളരെ വലുതാണെങ്കിൽ കർത്താവ് തന്റെ പദ്ധതി പൂർത്തീകരിക്കും, അതിന് യാതൊരു സംശയമില്ല. ഇവിടെ ദൈവിക കരുതൽ വളരെ വലുത്, ദൈവിക സംരക്ഷണം, ഗോഡ്സ് പ്രൊവിഷൻ ഇസ് ഗ്രേറ്റ് ആൻഡ് ഔസം. ഗോഡ്സ് പ്രൊട്ടക്ഷൻ ഇസ് ഷുവർ, ദൈവത്തിന്റെ കരുതൽ നിശ്ചയമാണ്. പ്രൊട്ടക്ഷൻ, സംരക്ഷണം. ഗോഡ്സ് സപ്ലൈ ഇസ് ഗ്യാരണ്ടീഡ്, അത് ഈ ലോകം പറയുന്ന പോലെ ഗ്യാരണ്ടി അല്ല. ഗോഡ് സപ്ലൈ ഇസ് ഗ്യാരണ്ടീഡ്. ആൻഡ് ഗോഡ്സ് വർക്ക് ഇസ് ദ ഗ്രേറ്റസ്റ്റ്. ദൈവത്തിന്റെ വേലയാണ് ഏറ്റവും വലിയ വേല. ആൻഡ് ദൈവത്തിന്റെ വേലയ്ക്കാണ് ഏറ്റവും എതിർപ്പുള്ളത്. ദൈവത്തിന്റെ വേലയിലുള്ള ഒരു പ്രശ്നം, വേലക്കാർ ചുരുക്കമാണ്. എന്നാൽ വേലക്കാർ ചുരുക്കമാണെങ്കിലും എതിർപ്പ് എത്ര ഉണ്ടെങ്കിലും നോബഡി ക്യാൻ സ്റ്റോപ്പ് ദ വർക്ക്. കർത്താവിന്റെ വേലയെ ആര് വിചാരിച്ചാലും അത് തടയുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവം നമ്മളെ കരുതുമോ എന്നുള്ള പേടിയുണ്ടോ? ദൈവം നമ്മളെ സംരക്ഷിക്കുമോ എന്നുള്ള പേടിയുണ്ടോ? ദൈവം നമ്മളെ പുലർത്തുമോ എന്നുള്ള പേടിയുണ്ടോ? കർത്താവിന്റെ വേലയാണ് ഏറ്റവും വലിയ വേല എന്നുള്ള സംശയം നമ്മൾക്കുണ്ടോ? കർത്താവിന്റെ വേലയിൽ ഇത്തിരി എതിർപ്പുണ്ട്, അതുകൊണ്ട് ഭയമാണോ? കർത്താവിന്റെ വേലയിൽ എനിക്കുള്ള പങ്ക് എന്തോ എന്ന് മനസ്സിലാക്കി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുകയാണെങ്കിൽ പോവുക. ഈ മെസ്സേജ് കേൾക്കുന്ന ചിലരെങ്കിലും കർത്താവെ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അഥവാ പൂർണ്ണസമയ വേലയ്ക്ക് വേണ്ടി പോകാനുള്ള ഭാരം ദൈവം തരുന്നില്ല എങ്കിൽ കുറഞ്ഞ പക്ഷം സുവിശേഷ ദർശനമുള്ളവരായി നമുക്ക് ജീവിക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭകളിലൊക്കെ സുവിശേഷ ദർശനമുള്ളവരായി ജീവിപ്പാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. അതുപോലെ നമ്മുടെ സഭകൾക്കൊക്കെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ളൊരു ഭാരമുണ്ടാകുവാൻ ദൈവം ഇടയാക്കണം. സഭാചരിത്രം പഠിക്കുകയാണെങ്കിൽ സഭാചരിത്രത്തിൽ എപ്പോഴൊക്കെ റിവൈവൽ ഉണ്ടായോ അല്ലെങ്കിൽ അവൈക്കനിങ് ഉണ്ടായോ അപ്പോഴെല്ലാം ഒരു മിഷണറി മൂവ്മെന്റും ഉണ്ടായിട്ടുണ്ട്. എപ്പോഴൊക്കെ അവൈക്കനിങ് ഉണ്ടായോ അപ്പോഴെല്ലാം ഒരു മിഷണറി മൂവ്മെന്റും ഉണ്ടായിട്ടുണ്ട്. സഭാചരിത്രം പഠിച്ചവർക്കെല്ലാം അറിയാം. അനേക മിഷണറിമാർ റിവൈവൽസിലൂടെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള, ഇപ്പോൾ ആന്ധ്രയിൽ നിന്നും അനേക കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വരുന്നു, ആസാമിലും വരുന്നു, അവർ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള സഭകളിലൊക്കെ ഒരു റിവൈവൽ, ഒരു അവൈക്കനിങ് ഉണ്ടാവണം. ആ റിവൈവലിലൂടെ ഒരു മിഷണറി മൂവ്മെന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനത് വളരെയധികം ആഗ്രഹിക്കുന്നു. നമ്മളൊക്കെ ഇന്ന് പോകും. എവിടെ പോകും? യൂറോപ്പിൽ വേണമെങ്കിൽ പോകും. ഇസ്രയേലിൽ ബോംബിന്റെ ഇടയിലും വേണേലും വിസ കിട്ടിയാൽ നമ്മൾ പോകും, അല്ലെ? ബോംബ് വീഴുന്നതിന്റെ ഇടയിൽ വേണമെങ്കിലും വിസ കിട്ടിയാൽ പോകും. എന്നാൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ 10 പ്രാവശ്യം ചിന്തിക്കും. ചിന്തിക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും കർത്താവിന്റെ വേലയ്ക്ക് വിളിയുണ്ടെങ്കിൽ മാത്രമേ പോകാവൂ. എന്നാൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള ഭാരം നമ്മളിലൊക്കെ ഉളവാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് കണ്ടിന്യൂഷൻ കിട്ടിയോന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ദൈവം നമ്മളെ സഹായിക്കട്ടെ. അടിയന്റെ ചെറിയ സാക്ഷ്യം, വലിയ സാക്ഷ്യമൊന്നും പറയാനില്ല, അല്പമായിട്ട് ദൈവം ഈ പ്രദേശങ്ങൾ ഉപയോഗിക്കുന്നു. അതുപോലെ ഈ ചെറിയ സന്ദേശം നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ, നമ്മുടെയൊക്കെ സഭയിൽ സുവിശേഷ ദർശനം ഉണ്ടെങ്കിൽ അത് തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വലിയ വലിയ സഹായമായിരിക്കും. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ആത്മീയരായി തീർണമെങ്കിൽ അവരെ സുവിശേഷ ദർശനമുള്ളവരാക്കി മാറ്റിയാൽ മതി. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ആത്മീയരല്ലാത്തതിന് ഒരു കാരണം അവർ സുവിശേഷ ദർശനമില്ല. സുവിശേഷ ദർശനമുണ്ടോ അവർ ആത്മീയരാകുവാനും സാധ്യതയുണ്ട്.
സുവിശേഷ ദർശനമുള്ള തലമുറകളെ നമുക്ക് വളർത്താം. നൗഗാവ് ഡിസ്ട്രിക്ട് തന്നെ ഒരു വലിയ ഡിസ്ട്രിക്റ്റാണ്. ഇവിടെ അനേക വില്ലേജുകൾ, ഒരു ഡിസ്ട്രിക്റ്റിൽ, ഈ ഡിസ്ട്രിക്റ്റിൽ മലയാളികളായിട്ട് തന്നെ മിഷണറി ആയിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റ് സഭക്കാർ തന്നെ, മറ്റ് വേറെ സഭക്കാരോ അങ്ങനെയുള്ളവരൊന്നും കേരളത്തിൽ നിന്ന് വരുന്നില്ല. ഇവിടെ ലോക്കലായിട്ടുള്ള ചില പാസ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഈ ഡിസ്ട്രിക്റ്റിൽ തന്നെ അനേക സാധ്യതകളുണ്ട്. ഇതിന് തൊട്ടടുത്ത് തന്നെ മുരിഗാവ് എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്. അവിടെ ഒരു വേലക്കാർ, അവിടെ വർക്കേഴ്സും ഇല്ല, അവിടെ നമ്മുടെ ഒരു അസംബ്ലിയും ഇല്ല. മുസ്ലിം ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ് അത്. ഇതിന് ചുറ്റും പല ഡിസ്ട്രിക്റ്റുകൾ. അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഡിഫു കാർബിയോലോങ്ങിന്റെ വേറൊരു ഡിവിഷനാണ്. അവിടെ ഒരു വർക്കറും ഇല്ലാത്ത ഡിസ്ട്രിക്റ്റുകൾ. അങ്ങനെ ആസാമിൽ അനേക ഡിസ്ട്രിക്റ്റുകളുണ്ട്, ഒരു വർക്കർ പോലും ഇല്ലാത്ത ഡിസ്ട്രിക്റ്റ്. അങ്ങനെ അനേക സാധ്യതകൾ തുറന്നു കിടക്കുകയാണ്. സുവിശേഷ ദർശനമുള്ള സ്ഥലം സഭകളെ നമുക്ക് പണിയാം. അങ്ങനെ അനേക മിഷണറിമാർ കേരളത്തിൽ നിന്ന് ഇനിയും പോകട്ടെ. ദൈവം സഹായിക്കട്ടെ. അടിയൻ ഈ അവസരം തന്ന പ്രിയ സന്തോഷ് ബദറിനോടും മറ്റു ഉത്തരവാദപ്പെട്ട സഹോദരന്മാരോടും നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ ഞാൻ ഈ മലയാളത്തിൽ ഇങ്ങനെ പറയുന്നത്, ഞങ്ങളിവിടെ കൂടുതലും മറ്റു ഭാഷകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലൊന്നും പ്രസംഗ ഭാഷയൊന്നും എനിക്കറിയത്തില്ല. കാരണം ചെറുപ്പത്തിലെ ഇങ്ങോട്ട് വന്നുകൊണ്ട് മലയാളത്തിന്റെ പ്രസംഗ ഭാഷ ഒന്നും അറിയത്തില്ല. പിന്നെ അറിയാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു. പക്ഷെ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞത്. ചിലർക്ക് പ്രയോജനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ കാഹളനാഥത്തിന്റെ പ്രവർത്തനത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അത് നിമിത്തം അനേക കർത്താവിനെ അറിയുവാൻ, അനേക കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഭാരമുള്ളവരായി തീരുവാൻ, ചിലർ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിവാൻ ദൈവം ഇടയാക്കട്ടെ. കർത്താവിന്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതുവരെയും ഏതാണ്ട് ആസാമിന്റെ കാര്യങ്ങളിലൂടെ നാം ഒന്ന് ഓടുകയായിരുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിലേക്ക് കടന്നു വന്നത്, കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ അവസരങ്ങളില്ല എന്ന് നാം ഒരിക്കലും കരുതരുത്. പ്രത്യേകിച്ചും കർത്താവിന്റെ ദാസൻ ആസാമിൽ പ്രവർത്തിക്കുമ്പോൾ ഇതൊന്നുമല്ലാത്തൊരു സമയത്താണ് അവരവിടെ ചെന്നത്. എന്നാൽ ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. നാം ഉൾപ്പെടെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ജോലിയോടുകൂടെയോ അല്ലെങ്കിൽ പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് വേർതിരിഞ്ഞോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ സമശിഷ്ടങ്ങളായ ആയിരങ്ങളോട് സുവിശേഷം പറയുക എന്നുള്ളത് നമ്മുടെ വലിയൊരു കർത്തവ്യമാണ്. നാം ഇന്നു മുതൽ അതിനായിട്ട് പ്രാർത്ഥിക്കുക. ദൈവം ചിലരെങ്കിലും അതിനായിട്ട് ഒരുക്കട്ടെ. ദൈവം തന്റെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചു വേർതിരിക്കട്ടെ. ഇനി കടന്നു പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുവാൻ നമുക്ക് കർത്തവ്യമുണ്ട്. മാത്രവുമല്ല, അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയും. ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ആ കുടുംബത്തിന്റെ മുൻപോട്ടുള്ള പോക്ക്, അവരുടെ ആവശ്യങ്ങളിലെല്ലാം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിയും. കർത്താവിന്റെ ദാസൻ ബീബറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം വലിയ കാര്യങ്ങൾ തന്നിലൂടെ അവിടെ ചെയ്യുമാറാകട്ടെ. വരുന്ന സമയങ്ങളിൽ കർത്താവിന്റെ വരവിന് മുമ്പ് അനേകരെ ആസാമിന്റെ പ്രദേശങ്ങളിലേക്ക് ഒരുക്കട്ടെ, അയക്കട്ടെ. അത് നമ്മുടെ ലക്ഷ്യമാകണം, പ്രാർത്ഥനയാകണം. ദൈവം കർത്താവിന്റെ ദാസനെ ഏറ്റവും അനുഗ്രഹിക്കട്ടെ. വോട്ട് ഓഫ് താങ്ക്സിനും മറ്റ് കാര്യങ്ങൾക്കുമായിട്ട് കർത്താവിന്റെ ദാസൻ മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ മാമുകുരേശനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് വീട്ടിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ഒരു ശനിയാഴ്ചയും ദൈവത്തിന്റെ വചനം കേൾപ്പാനും പ്രിയ എബി ടോം സഹോദരിൽ നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട് സാക്ഷ്യം കേൾപ്പാനും തക്കവണ്ണം ദൈവം നമുക്ക് ഇടവരുത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ചില തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും അനേക പ്രിയപ്പെട്ടവർ ഇതിൽ നിന്ന് പോകാതെ ശ്രദ്ധയോടുകൂടി ആ സാക്ഷ്യങ്ങളും ദൈവത്തിന്റെ വചനം കേൾപ്പാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തി. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്നും കല്ലൂരിനാഥ മിനിസ്ട്രിയെ നിങ്ങളുടെ പേര് പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. മാത്രമല്ല, രണ്ട് ഗാനങ്ങൾ പാടുവാൻ തക്കവണ്ണം പ്രിയ മകൻ ഡാനിയലിനും അതുപോലെ പ്രിയ മകൾ പ്രിസില്ലയ്ക്കും വേറെ ഒരു മകനും കൂടി ഉണ്ടായിരുന്നു. 3 പേർക്കും കല്ലൂരിനാഥ മിനിസ്ട്രിയുടെ നാമത്തിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. പ്രിയ എബി ടോം സഹോദരനെയും കുടുംബത്തെയും നമ്മുടെ പ്രാർത്ഥനയെ നമുക്ക് ഓർക്കാം. പ്രിയ കർത്തദാസൻ പറഞ്ഞതുപോലെ ദൈവവേലയ്ക്ക് പോകുവാൻ ഉള്ള ആളുകൾ വളരെ കുറഞ്ഞു വരുന്നുണ്ട്. ധാരാളം ദൈവത്തിന്റെ വേല ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്. ഒരു തലമുറയെ ദൈവം അതിനുവേണ്ടി വാർത്തെടുക്കുവാൻ തക്കവണ്ണം നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. പറഞ്ഞതുപോലെ സഭകളിൽ ഈ കാര്യങ്ങൾ പറയുകയും കുഞ്ഞുങ്ങളെ മറ്റു സഹോദരന്മാരെ അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടിയ ഒരു കാലഘട്ടത്തിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. പ്രിയ സഹോദരനെ, നമ്മുടെ പ്രിയ കുടുംബത്തെ എല്ലാം നമ്മുടെ പ്രാർത്ഥന നമുക്ക് ഓർക്കാം. ദൈവമെങ്കിൽ അടുത്ത ആഴ്ചയും ഇതുപോലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പ്രാർത്ഥിച്ച് നമുക്ക് ഈ പ്രോഗ്രാം നമുക്ക് അവസാനിപ്പിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല നേരത്തിനായിട്ട് ഞങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. ശനിയാഴ്ച ദിവസം കർത്താവേ, ഞങ്ങളുടെ വചനം കേൾക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുവാനും ഇടവരുത്തിനായിട്ട് ഞങ്ങളുടെ സ്തോത്രം.
എബി ടോം സോറിനെയും കുടുംബത്തെയും ആസാമിന്റെ പ്രദേശത്ത് കർത്താവെ ആക്കി വെച്ചിരിക്കുക. നിങ്ങളുടെ സ്തോത്രം. പ്രിയപ്പെട്ടവർ ചെയ്യുന്ന കർത്താവെ ഞങ്ങളുടെ വിലയേറിയ വേലയെ ഓർത്ത് നിങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ നിങ്ങളുടെ ദാസൻ കർത്താവെ ചെന്ന് നിങ്ങളുടെ പേരിൽ കൂടി സംസാരിക്കുവാൻ തക്കണം ദൈവം എടുത്ത് ഉപയോഗിക്കുന്നതിനായിട്ട് നിങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് നിങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ഈ മിനിസ്ട്രി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. തൽക്കാലം ഞങ്ങൾ പിരിയുന്നെങ്കിലും പിരിയാത്തൊരു നല്ല ദൈവം ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കുക നിങ്ങളുടെ സ്തോത്രം. എല്ലാം കർത്താവായി അപേക്ഷിക്കുന്നു. സ്വർഗീയ പിതാവേ. ആമേൻ.